ഭൂമിയുടെ ആണിയായിട്ട് വെച്ചിരിക്കുന്ന മലകളെ അതിനെയാണ് അടിച്ചു പൊട്ടിക്കുന്നത്. ഖുർആനിൽ ശരിക്കും പറഞ്ഞതാണ് ഭൂമിയുടെ ആണിയായിട്ട് ഞാൻ നിങ്ങൾക്ക് മലകളെ ഞാൻ സൃഷ്ടിച്ചു. അപ്പോൾ ആലോചിച്ച് നോക്കി നിങ്ങൾ, ആണി പറഞ്ഞു പോയാൽ പിന്നെ തീർന്നില്ലേ? അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഒരു പ്രൊട്ടസ്റ്റോ കാര്യങ്ങളോ ആരെങ്കിലും ആൾക്കാർ എന്തെങ്കിലും ഒരു യൂട്യൂബർ പോലെ ഒരാളെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു വ്ലോഗ് വീഡിയോ ചെയ്യിപ്പിച്ചാൽ പോലും അത് ആരെങ്കിലും ഒരാൾ കണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും നടപടി ഇതിൽ ഇതാകുന്നുണ്ടോ? ആ, ഉറപ്പായിട്ടും ചെയ്യുന്നു. ഡെയിലി ഇടുന്നുണ്ടോ? അപ്പോൾ അത് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരിത് മാത്രമേ അടുത്തുള്ളൂ. ഇപ്പം ഞങ്ങളുടെ തലയ്ക്ക് വീട് നിൽക്കുന്ന പ്രശ്നം വലിയൊരു പ്രശ്നമാണ്. കാരണം സീ ലെവലിൽ നിന്ന് 850 മീറ്റർ മേളിലാണ് സാധനം നിൽക്കുന്നത്. വാട്ടർ ബോംബ് എന്ന് പറയുന്ന സാധനം മോളിൽ കൊണ്ട് വെച്ചേക്കുക. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർന്നു. ഇടുക്കിയില്ല, 5-6 ജില്ല ഇല്ല. അവിടുന്ന് വരുന്ന എഫക്റ്റ് കടലിൽ വന്നടിക്കും. കടലിൽ വന്നടിച്ച് കഴിഞ്ഞാൽ സുനാമി. അത് അവിടുന്ന് വേറൊരു എഫക്റ്റ്. ഇടുക്കിയിൽ നിന്ന് കടലിലേക്ക് എത്ര ദൂരമുണ്ട്? ഇടുക്കി എറണാകുളം ഇത് വരും, അറബിക്കടലിൽ വരും. അവിടുന്ന് അടിച്ച് തൃശ്ശൂർ, ചാലക്കുടി എല്ലാം. ഇത്രയൊക്കെ ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമുക്ക് വരാനുള്ള അതിനെപ്പറ്റി നമ്മൾ ചുമ്മാ കാരണം ഇപ്പം തന്നെ സംഭവിക്കുന്നത് ഭയങ്കര ആപത്തുകളല്ല, ഡിസാസ്റ്ററാണ്. ബിൽഡിങ് നമ്മൾ വെച്ചത് ഇന്ന് സീ ലെവൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പൊട്ടിക്കൽ വേറെ, ബോംബ് വെച്ചിട്ട് ഉണ്ട്. ഇത്ര ഇത് മീറ്റർ ഇത്രയില്ല വിട്ടിന് അത്രയില്ല ഇവിടെ കാര്യമായ സംഗതിയുടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുക. കേസ് നടത്താൻ വേണ്ടി തന്നെ കോടികളെ ചെലവാക്കും. ഓക്കെ, കണ്ടതിൽ സന്തോഷം. ഓക്കെ, എന്തായാലും